തടി ചെറുതായിട്ടൊന്ന് കൂടി വന്നിട്ട് തോന്നൽ വന്നപ്പോൾ ഇന്നലെ രാത്രി പ്ലാൻ ഇട്ട് കഴിഞ്ഞ് നമ്മളൊന്ന് ഗ്രൗണ്ടിലേക്ക് ഡെയിലി പോവുക. ഡെയിലി എന്നും പോണില്ലേറെ കുറച്ച് നേരം നേരത്തെ പോവുക, പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം ബോഡി ബേൺ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഗ്രൗണ്ടിലെത്തി കുറച്ച് നേരം പന്തളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു മനസ്സല്ലാതെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്. ഞാനും ഫാരിയും റമീസും നസീമും പിന്നെ ബാപ്പുട്ടിയും പിന്നെ 2-3 ആൾക്കാരുണ്ട്. നേരെ പോലെ വെല്ലുവിളിക്കാണ്. ഈ പോസ്റ്റിനുള്ളിലേക്ക് ഒരു മനുഷ്യൻ ഗോൾ അടിച്ചില്ല. ബാപ്പുട്ടി അടിച്ചാണ് 6 അല്ല ബൗണ്ടറി. അങ്ങനെ ഓരോരുത്തർ അടിക്കുകയാണ്. അവിടെ റമീസ് അടിച്ചു, റമീസ് ബൗണ്ടറി. പിന്നെ ഓരോരുത്തർ അടിച്ചു. ബബ്ലു ലാസ്റ്റ് നസീം അടിച്ചാണ് നോക്കാം പുറത്തേക്ക് 6. ഗോലി കൂടി അങ്ങനെ 6 അടിച്ചില്ല. വീണ്ടും റമീസ് വന്ന് അടിക്കുകയാണ്, റമീസ് വീണ്ടും 6. ഇവരടിയൊക്കെ ഉണ്ടാവില്ല. ആരും ചില്ലറക്കാരില്ല. ഒക്കെ അത്യാവശ്യം നല്ല മുന്തളിച്ച നിൽക്കന്മാരുണ്ട്. ഫാരി ഉണ്ട്, റമി ഉണ്ട്, കുഞ്ഞാവുണ്ട്. ഓക്കെ, ഫാരി മാത്രമാണ് 1-2 ഉള്ളിലേക്ക് അടിച്ചത്. ഒരു 15 അടി അടിച്ചിട്ടുണ്ടോ. അപ്പം നേരെ പുറത്തേക്ക് അങ്ങനെ ഓരോരുത്തർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരടിക്കണ നല്ല പവർ അടിയൊക്കെ ഞാൻ അടിപൊളിയായിട്ട് സേവ് ചെയ്യുന്നുണ്ട്. പിന്നെ 0 ആംഗിൾക്ക് ഇടുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡേവി അപ്പോൾ പറ്റില്ല, കാരണം 2-3 ദിവസമായിട്ടുള്ളൂ പോസ്റ്റിലൊക്കെ തുടങ്ങിയിട്ട്. ഓക്കെ, അങ്ങനെ പിന്നെ അടിച്ച് അതൊരു ഗോളായി. കാരണം ഒരു കിൻഡൽ ഗോൾ പുറത്ത്, അതായത് ഉള്ളിൽ നിന്ന് അടിച്ചിക്കണതേ. അത്രയും ചെറിയ അടിച്ചും പിന്നെ ഏത് കീപ്പറായാലും ഇതാവില്ലല്ലോ. പിന്നെ ബാപ്പുട്ടി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഓരോ ബോൾ വരുമ്പോൾ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു ബോൾ കൺട്രോളിൽ കിട്ടാൻ വേണ്ടിയിട്ട് പോലും ഇങ്ങനെ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പ്രാക്ടീസും കാര്യങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊടുക്കുകയാണ്. ഓലെ ഞാൻ വെല്ലുവിളിച്ചാണല്ലോ, അപ്പം ഞാനും ഓല് ഇന്നെ വെല്ലുവിളിക്കുകയാണ്. അപ്പം നേരെ ഞാനൊരു 2-3 ഗോൾ അടിക്കാൻ വേണ്ടി പോകണം. പക്ഷേ 2 അടി അടിച്ചാൽ 1 ഗോൾ നേരെ പോസ്റ്റ് മതിട്ടാണ്ട് നേരെ ഉള്ളിൽ ഞാൻ കണ്ടറിഞ്ഞടിച്ചാണ്. കറക്റ്റ് കണ്ടോട്ടോ. ഒരു കിൻഡൽ ഷോട്ടിൽ നല്ലൊരു ഗോൾ, അത് നേക്കിൽ കണ്ണിങ്ങിൽ അടിച്ചു. ഞാൻ കുറച്ച് നേരം ആഹ്ലാദ പ്രകടനം. അത് കഴിഞ്ഞ് വീണ്ടും പോലും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ബോൾ കൺട്രോളിന് വേണ്ടിയിട്ട് കുഞ്ഞാവിയും ബാപ്പുട്ടിയും ഫാരിയും റമീസും എല്ലാവരും ഇങ്ങനെ ഇതാണ്ട് കഴിഞ്ഞിട്ട് മറ്റപ്പം ഫാരി ഒരു കിടിലടി. ഇതുണ്ട് മോനെ പേരൊട്ടിയാണ്, പക്ഷേ എടുത്തിട്ട് നോക്കി 90 ഡിഗ്രി നിട്ടേന്നല്ല. ഞാൻ നേരെ ഒരു പഞ്ച്, ഒരു 10-15 മിനിറ്റ് കൂടി ഗ്രൗണ്ടിൽ നിന്നതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഒരു ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ കാളിയിൽ പോയി ആപ്പിൾ ജ്യൂസ് ഞാനും ഫാരിയും കുഞ്ഞാവിയും അവിടെ ജ്യൂസ് കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ നേരെ ഓരോരുത്തർ വീട്ടിൽ പോയി. ഞാൻ നേരെ എൻ്റെ വീട്ടിൽ പോയി കുളിച്ച് മാറ്റി ഫുഡൊക്കെ കഴിച്ചിരിക്കണ സമയത്താണ് മുത്തിട്ട് വിളിക്കണത്. പെട്ടെന്ന് നമുക്ക് കുളിച്ചാൻ പോയാലോ. അപ്പോൾ ഓനെ നാളെ മറ്റന്നാൾ അവൻ പോകണോ, UK അവൻ കുറേ വിളിക്കണം. അപ്പോൾ ഞാൻ ഒപ്പം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ പോവാണ് കെട്ടുങ്ങൾക്ക്. അങ്ങനെ കെട്ടുങ്ങ പോയി ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നീണ്ടി. കണ്ണുണ്ടാകുമ്പോൾ കണ്ടിൻ്റെ കാഴ്ച അറിയില്ല എന്ന് പറയുന്ന പോലെയാണ്. നമ്മുടെ നാട്ടിൽ നിൽക്കണ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒന്നും വില അറിയില്ല. നാട്ടിൽ നിന്ന് മാറിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ വില അറിയാം. ഞാനായാലും മുത്തുട്ടിയാലും ഇവിടെ ഒന്നും നമ്മളില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നാട്ടിൽ വരുമ്പോഴാണ് ഇതൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക. നമ്മുടെ നാടിൻ്റെ ഈ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടല്ലോ, ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ആംബിയൻസ് കിട്ടില്ല. നാച്ചുറൽ പൂൾ എന്ന് തന്നെ പറയാം. ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. അപ്പോൾ നമ്മൾ നേരെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് അവിടെ നീന്തലും കുളിച്ചലും കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിൽ പോകും. കുറച്ച് നേരം വീട്ടിൽ റെസ്റ്റ് എടുത്ത് നല്ല ഭക്ഷണം കഴിക്കാം. വീണ്ടും വൈകുന്നേരം പന്തളിച്ചാൻ പോകും. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മൾ ഇന്നത്തെ പ്ലാൻ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക്